ഓക്കെ, നമുക്ക് ഇനി അടുത്ത് 31 സ്ക്വയർ തൊട്ട് 75 സ്ക്വയർ വരെയുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അതെങ്ങനെയാണ് നോക്കാം. ടൈപ്പ് 2 എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത് 35 സ്ക്വയർ ടു 75 സ്ക്വയർ. ഇത് ബേസിക് ആയിട്ട് കാര്യം അറിയാണ്ട് വേറെ ഒന്നുമില്ല. നമ്മള് 35 മുതൽ 75 വരെയുള്ള സ്ക്വയേഴ്സിനെ ഡിവൈഡ് ചെയ്യും. 31 ടു 50 വരെ, 51 ടു 75 വരെ. ബേസ് എന്ന് പറഞ്ഞത് 50 ആണ്. കാര്യം ഈ 50 കൊണ്ടാണ് നമ്മൾ ഈ സ്ക്വയേഴ്സ് എല്ലാം ആൻസർ കണ്ടെത്തുന്നത്. സ്ക്വയേഴ്സിന്റെ ആൻസർ കണ്ടെത്തുന്നത്. ഫസ്റ്റ് നമുക്ക് 31 തൊട്ട് 50 വരെ നോക്കാം. 31 തൊട്ട് 50 വരെ നോക്കുകയാണെങ്കിൽ ബേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 ആണ് ബേസ് എടുത്തത്. 50 ബേസ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50ഉം 48ഉം തമ്മിൽ ഇപ്പൊ ഫസ്റ്റ് 48 സ്ക്വയർ നോക്കാം. 50ഉം 48ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാം. 50ഉം 48ഉം തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലെ? അതുപോലെ തന്നെ 2ന്റെ സ്ക്വയർ എഴുതുക. 2ന്റെ സ്ക്വയർ എഴുതുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാവുള്ളൂ. അതുപോലെ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.4 എന്ന് എടുക്കാവുള്ളൂ. 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.9 എന്ന് എടുക്കാവുള്ളൂ. കാര്യം ഇതൊരു 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ. 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ എങ്ങനെ നോക്കിയത്? 4 ഡിജിറ്റ് ആയിരിക്കും. സോ 1 സ്ക്വയർ നമ്മൾ 0 ഉണ്ട്. കാര്യം 3 സ്ക്വയർ കഴിഞ്ഞാൽ 4 സ്ക്വയർ ആയി കഴിഞ്ഞാൽ 4 സ്ക്വയർ ഈസ് 16 നമ്പർ ഇസ് എ 2 ഡിജിറ്റ് നമ്പർ. അതുകൊണ്ട് ഇതൊരു 2 ഡിജിറ്റ് നമ്പർ അല്ലാത്തതുകൊണ്ട് നമ്മൾ 0 അതിന്റെ ഫ്രണ്ടിൽ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഫസ്റ്റ് 2 സ്ക്വയർ ഇതിപ്പോ എന്താ ഞാൻ പറയാം 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 4 ഡിജിറ്റ് നമ്പറിൽ 2 സ്ക്വയർ ആകുമ്പോൾ 0.4. 2 സ്ക്വയർ ആകുമ്പോഴത്തേക്കും 0.4 എന്ന് വേണം എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് 25 ആണ് അടുത്തതിന്റെ ബേസ്. ഇങ്ങനെ വേറെ ഒന്നുമില്ല, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് 50 കൊണ്ട് 48നെ കുറച്ച് എഴുതുക. അടുത്ത് ചെയ്യേണ്ടത് 25 കൊണ്ട് 2നെ കുറച്ച് എഴുതുക. 25 2 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 23 ഈസ് ദി ആൻസർ. സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. 31 ടു 50 വരെയാണ്. 50 ആകുമ്പോഴത്തേക്കും കുറച്ച് ചെയ്യുന്നത്. 31 ടു 50 വരുമ്പോഴത്തേക്കും ബേസ് 50 എടുക്കുക. 50ൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ക്വയറിന്റെ നമ്പറുമായിട്ട് ഡിഫറൻസ് കണ്ടെത്തുക. ഡിഫറൻസിന്റെ സ്ക്വയർ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് എഴുതുക. അതിനുശേഷം 25 ബേസ് ആക്കുക. 25 ബേസ് എന്ന് പറയുന്നത് 2ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ 48 സ്ക്വയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും 42ഉം 50ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 8 ആണ് അല്ലെ? അപ്പൊ ഇതേപോലെ തന്നെയാണ് 4 ലൈൻ 4 ഡിജിറ്റ് നമ്പർ വരും. 8 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 64. അതൊരു 2 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. അപ്പോൾ 64 അതുപോലെ തന്നെ എഴുതും. പിന്നെ ഇവിടെ എന്താണ്? 25ൽ നിന്ന് വേണം 8 സബ്സ്ട്രാക്ട് ചെയ്യാൻ. 25ൽ നിന്ന് 8 സബ്സ്ട്രാക്ട് എത്ര കിട്ടും? 70. 1764 ആണ് 42 സ്ക്വയറിന്റെ ആൻസർ. അതുപോലെ അടുത്ത നമ്പർ നോക്കാം. 38 സ്ക്വയർ. 38 സ്ക്വയർ 50 സബ്സ്ട്രാക്ട് ചെയ്യുക. 50 എത്ര കിട്ടും? 12 ആണ് കിട്ടുന്നത്. അതിനുശേഷം ചെയ്യേണ്ടത് 4 ലൈൻ ഇടുക. 12 സ്ക്വയർ എഴുതുക. ഇവിടെ പ്രത്യേകമുണ്ട്. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് നമ്പർ. ഞാൻ പറഞ്ഞ എന്താണ്? ഇവിടുത്തെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് വേണം എഴുതാം. അപ്പോ 12 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 ആണ്. അപ്പോ 4 മാത്രം ഇവിടെ എഴുതുക. ഇങ്ങനെ എക്സ്ട്രാ വരുന്നതെല്ലാം തൊട്ടടുത്ത ഡിജിറ്റിന്റെ കേരി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഇപ്പൊ 144 ആകുന്നതുകൊണ്ട് കേരി ആയിട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 25ൽ നിന്ന് 12 കുറയ്ക്കാം. 25 12 പോയ എത്രയാണ്? 13. ആ 13 അതുപോലെ ആ ഡിജിറ്റ് സ്ഥാനത്ത് എഴുതുക. ഇനി എന്താ പറയണ്ടല്ലേ? ആ നമ്പേഴ്സ് അതുപോലെ എഴുതുക. ഇവിടെ കേരി ഉണ്ട്. കേരി ഉള്ളതുകൊണ്ട് 3 + 1 = 4 1. അപ്പൊ ആൻസർ ഈസ് 1444. ദെൻ അടുത്ത നോക്കാം 36 സ്ക്വയർ. 36 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 50 നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 14 ആണ് അല്ലെ? 14. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 14ന്റെ സ്ക്വയർ എഴുതി ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് എഴുതുക. 14ന്റെ സ്ക്വയർ എത്രയാണ്? 196 ആണ്. 6 9. 1 കേരി ആയിട്ട് എഴുതുക. 1 കേരി ആയിട്ട് എഴുതുക. പിന്നെ അതിനുശേഷം ചെയ്യാൻ പറ്റുന്നത് 25ൽ നിന്ന് 14 കുറയ്ക്കുക. എത്രയായിട്ട്?
11 കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6 അതുപോലെ എഴുതുക, 9 അതുപോലെ എഴുതുക, 1 plus 1 2 ആണ് 1. The answer is 1296. ഇനി അടുത്തുള്ളത് എന്ന് പറഞ്ഞാൽ 51 to 75 വരെയാണ്. ഇത് ബാക്കി നമ്പേഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കമന്റിൽ റിപ്ലൈ ചെയ്യാം. ഓക്കെ, 51 to 75 നോക്കാം. 51 to 75 നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. സെയിം തന്നെയാണ്, 50 തന്നെയാണ് ബേസ്. ഇവിടെയും 50 തന്നെയാണ് ബേസ്, 25 തന്നെയാണ് അടുത്തതിന്റെയും ബേസ്. ഇവിടെ 50ക്ക് എബോവ് ആവുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോ സ്ക്വയേഴ്സ് 50ക്ക് എബോവ് ആണ്, ഇതിൽ 53 ആണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് അഡീഷണൽ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു നമ്പർ വന്നപ്പോഴത്തേക്കും അതിനെ സബ്സ്ട്രാക്ട് ചെയ്തു, ഇവിടെ നമ്മൾ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ സിംഗിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ 53 നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, 50 കമ്പയർ ചെയ്തപ്പോഴത്തേക്കും 48നെ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ എഴുതേണ്ടത് ഇവിടുന്ന് നമ്മൾ എത്ര ഡിഫറൻസ് ഉണ്ട്, 3 അല്ലെ, 3 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. 15 53 നമ്മൾ 3 ആണ് ഡിഫറൻസ്. ഇറ്റ്സ് ഓൾസോ എ 4 ഡിജിറ്റ് നമ്പർ. 4 ഡിജിറ്റ് നമ്പർ ആവും. 3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. വേറെ 9 എഴുതാൻ പറഞ്ഞോ ഇല്ല, 0 9 എന്ന് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം ചെയ്യേണ്ടതാണ് 25. ഇവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത്. 25 ൽ നിന്ന് 50ക്ക് എബോവ് ആയതുകൊണ്ട് അവിടെ നമ്മൾ ചെയ്യേണ്ടത് അഡീഷൻ ആണ്. 25 plus 3 ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. 25 plus 3 ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. അപ്പൊ 28. 280 ആണ് ആൻസർ. ഇവിടെ എന്താ ചെയ്തത്, 25 ൽ നിന്ന് 2 സബ്സ്ട്രാക്ട് ആണ് ചെയ്തത്. ഇവിടെ 25 ൽ നിന്ന് ആഡ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത നമ്പർ നോക്കാം നമുക്ക്. 57 50 നമ്മുടെ ഡിഫറൻസ് എത്രയാണ്, 7. നേരത്തെ പറഞ്ഞ പോലെ 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 7 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49. 49 അതുപോലെ എഴുതി. അതിനുശേഷം നോക്കേണ്ടത് 25 ൽ നിന്ന് പറഞ്ഞത് 7 ആഡ് ചെയ്യണം. ബിക്കോസ് 51 എബോവ് ആണ് നമ്പർ. അപ്പൊ 25 ൽ നിന്ന് 7 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 32. 3249. നെക്സ്റ്റ് നമ്പർ നോക്കാം. 63 50 നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പൊ 13 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അപ്പോ 13 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 169. 69 ഇവിടെ എഴുതുക. 1 നേരത്തെ പോലെ ക്യാരി ആയിട്ട് കീപ്പ് ചെയ്യാം. പിന്നീട് എന്താണ്, 25 ൽ നിന്ന് നേരത്തെ പറയുന്നത് പോലെ ആഡ് ചെയ്യാം. 25 plus 13 ആണ്. 25 plus 13 എത്ര വരും, 8 3. എന്തുണ്ട്, ഇവിടെ ഒരു ക്യാരി ഉണ്ട്, അവിടെ നമുക്ക് ഒരു അഡിഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോ 9 6 9 3 is the answer. അതുപോലെ തന്നെ അടുത്ത് എഴുതാം 71 സ്ക്വയർ. 71 സ്ക്വയറിന്റെ 15 നമ്മുടെ ഡിഫറൻസ് എത്രയാണ്, 21 ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 4 ലൈൻ ഇടുക. 21 ന്റെ സ്ക്വയർ എത്രയാണ്, 441 ആണ്. അപ്പോ ലാസ്റ്റ് 2 ഡിജിറ്റ് എഴുതുക, 414 ക്യാരി ആയിട്ട് കീപ്പ് ചെയ്യാം. അതിനുശേഷം 25 ൽ നിന്ന് 21 കൂട്ടുക. 5 plus 1 6 2 2 4. ഓക്കെ, അടുത്ത് അത് ആഡ് ചെയ്യുക. ക്യാരി 1 അതേപോലെ എഴുതുക, 4 അതേപോലെ എഴുതുക. 6 plus 4 0. കണ്ടോ, ഇവിടെ 6 plus 4 0. അവിടെ 1 0 നമുക്ക് എഴുതാൻ പറ്റില്ല. സോ വീണ്ടും 1 4ന് ക്യാരി ആയിട്ട്. ഇത് ലോജിക്കാണ്, മൈൻഡ് എടുക്കുക. ഇങ്ങനൊരു അഡിഷൻ ഇപ്പം ഇവിടെ 12 ആണ് വരുന്നതെങ്കിൽ 2 ഇവിടെ കീപ്പ് ചെയ്യുക, ക്യാരി ആയിട്ട് 1 കീപ്പ് ചെയ്യുക. അപ്പൊ ഇവിടെ വന്നത് 6 plus 4 is equal to 10 ആണ്. അപ്പൊ 0 വന്നു, 1 ക്യാരി ആയിട്ട്. അപ്പൊ 4 plus 1 എത്ര വന്നു, 5 is the answer. ഇതൊരു സിമ്പിൾ മെത്തേഡ് ആണ്. ബാക്കി നമ്പേഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്താൽ മതി. ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വെറുതെ 53 മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരം കൊണ്ട് ഈ 2 ബേസ് ഓർക്കുക. ഈ ഒരു സ്റ്റെപ്പ് മാത്രം എഴുതി കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും.